വിളിച്ചാലും വരൂല. ഞാൻ വിളിച്ചോളൂ, നീ എന്തിനാ ഓടിച്ചാടിയൊക്കെ വരുന്നേ? ചേച്ചി വിളിച്ചോണ്ട് ഞാൻ വിളിച്ചതും പറഞ്ഞ് പയ്യെ ആലോചിച്ച് ആടി ആടി വന്നാ പോരായിരുന്നോ? പോയിന്റ്. പക്ഷെ ചേച്ചിയുടെ വിളിയിലേ എന്തോ ഒരു കാര്യമുള്ള കാര്യം പോലെ എനിക്ക് തോന്നി. ഞാൻ പോയിട്ട് നടന്നു വരണോ? വേണ്ട. നിനക്കെന്നെ പേടിയുണ്ടോ? നിനക്കെന്നെ പേടിയുണ്ടോന്ന്? പേടിയുണ്ടോന്നൊക്കെ ചോദിച്ചാ അല്ല, പേടിയില്ല, പക്ഷെ ഉണ്ട്. ശരി, അതിനെന്നെ പേടിക്കണേ? ചേച്ചി സംഗതി ശരിയാണ്, നമ്മൾ ഭയങ്കര ക്ലോസ് ആണ്, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, മച്ചാണ്. പക്ഷേ പറയുമ്പോ ചേച്ചിയുടെ ചേച്ചിയാണല്ലോ, അപ്പൊ ചേച്ചിയെ ഇച്ചിരി പേടി വേണമല്ലോ അല്ലേ? എന്താ അല്ലല്ലേ? എന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? സ്വഭാവത്തിന് മാറ്റം എന്നൊക്കെ പറയുമ്പോഴേ ഉണ്ട്, ഇഷ്ടംപോലെ മാറ്റം ഉണ്ടല്ലോ. എന്റെ പൊന്നി ചേച്ചി, സത്യം പറയല്ലോ, ഞാൻ എപ്പോഴും വിചാരിക്കും ചേച്ചിയുടെ പറയണമെന്ന്. പക്ഷെ പറയാൻ പറ്റില്ല, കാരണം ചേച്ചിയുടെ സ്വഭാവം ഇതല്ലേ. ചിലപ്പോ ചാടി കളിച്ചോണ്ട് വന്നല്ല. ഇപ്പൊ ചേച്ചി ആദ്യം നീ നിന്റെ സ്വഭാവം നേരാക്ക്, എന്നിട്ട് എന്റെ നേരാക്കാൻ വാ. അവൻ വലിയ സിദ്ധാന്തം പറയുന്നു. ലച്ചു, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? നീ ഒന്നും കഴിക്കുന്നില്ലയോ? ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ ഇപ്പൊ കഴിച്ചാലേ? ഇപ്പൊ കഴിച്ചാൽ ദഹിക്കൂല, അത് തന്നെ. തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ. അത് തന്നെ, എപ്പം നോക്കിയാലും തർക്കുത്തരാണ് അമ്മ. കോടരണ്ടെണ്ണം എന്റെ അമ്മ ഒന്ന് ആ ചെറുക്കനെ വിളിച്ചോണ്ട് പോയെ. ഒന്നാമത് എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതിരിക്കുക. ചേച്ചിയുടെ സ്വഭാവം ഇവിടെ ആർക്കാണ് പിടിക്കണത്? ഞാൻ പോവില്ല. നീ പോവില്ലേ? ഞാൻ പോവില്ല. എന്നാ നീ അമ്മമ്മേനെ വിളിച്ചോണ്ട് പോ. ആ പാമ്പ പോടാ. ഞാൻ പോണു. പാമ്പ കഴിക്കാൻ പറ്റുണ്ടോ? ആ, കഴിക്കാൻ തരാം. എന്നാ ഇട്. നിന്റെ അഹങ്കാരം ആദ്യം നീ നിർത്ത്. അത് ലിപ്സ്റ്റിക് തന്നെയാ, എനിക്ക് 100% ഉറപ്പാണ്. ഇനി അത് ചോദിക്കാൻ പോകുമ്പോ നോക്കിക്കോ, ഒരു ലോഡ് കഥ അങ്ങ് പറയും. ലച്ചു, ഞാൻ അവിടെ ചാരി നിന്നപ്പോ പറ്റിയതാ, ഇവിടെ ചാരി നിന്നപ്പോ പറ്റിയതാ. അരിയും ഞാൻ ഇതുപോലെ വെട്ടി അരിയും ഞാൻ. നോക്കൂ, പുറമേന്ന് കാണുമ്പോ എന്തൊരു മാന്യൻ, പക്ഷെ മാന്യതൊക്കെ ഉണ്ടല്ലോ വെറും കള്ളത്തരമാണ്. കള്ളൻ വരും, വരട്ടെ ഇങ്ങോട്ട്, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ലച്ചു, എന്താ ലച്ചുവിന്? എന്താ ചേച്ചി? അതെ, ലച്ചുവിനെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂല. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ലച്ചു മണ്ടിയാണെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? എടാ, നീ മണ്ടിയല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് എനിക്ക്. ചേച്ചി എന്തെടുക്കുവാ? കണ്ടാ മനസ്സിലാവില്ല, സവാള അരിയുന്നു. ഇത് അരിയണല്ലോ ലച്ചു, വെട്ടി കണ്ടെന്നുണ്ടോ ആക്കണല്ലേ? എന്തിനാ ചേച്ചി ഇങ്ങനെ അരിയുന്നേ? പുഴുങ്ങി തിന്നാൻ എന്ത് വേണ്ട കുറച്ച്. എന്റെ ലച്ചു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കണേ? ലച്ചുവേ, നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടണുണ്ടോ? കാരണം ഞാൻ രാവിലത്തെ ശ്രദ്ധിക്കുവാണ്, എന്തോ ഒരു പന്തികേടുണ്ട്. ലച്ചു ചിന്തിച്ച് കൂട്ടുന്നുണ്ടെങ്കിലേ അതൊക്കെ അവസാനം ശരിയായി വന്നിട്ടേ ഉള്ളൂ. ആർക്കും അങ്ങനെ വണ്ടിയാക്കാൻ പറ്റുന്നൊന്നും നോക്കൊന്നും വേണ്ട. എന്താണ് എല്ലാരും കൂടെ ഒരു സംസാരം? ലച്ചുതാ ഉള്ളി അരിയുന്നു. എന്താ ലച്ചുസി ഇങ്ങനെ അരിയുന്നേ? എന്തോ ഒരു വ്യക്തി വൈരാഗ്യം സവളോടുള്ള പോലെ. എനിക്ക് ഇടയ്ക്ക് ഇതേപോലെ അരിയുന്ന ഒരു ഹോബി ഉണ്ട്. എന്തേ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്റെ പൊന്നി ചേച്ചി, ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാണ്ട് ചിന്തിച്ചു കൂട്ടി ഓവർത്തിങ് ചെയ്ത് തലക്കകത്ത് വെച്ച് കൊളമാക്കല്ലേ മേ, കൊല്ലല്ലേ. പുറത്തെന്തെങ്കിലും കാര്യം ചെയ്യാണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി ചെയ്തു. എന്റെ വാലിരിക്കണം കേൾക്കരുത്. ലച്ചു, ലച്ചു, അമ്മ ഒന്ന് മിണ്ടാരി. അമ്മായി, അമ്മായി അപ്പുറത്ത് എന്തോ ഒരു പണി ഉണ്ടായിരുന്നില്ലേ? ബാ ചെയ്യാം, ബാ. ലച്ചു എന്താ പ്രശ്നം? രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഓക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? നീ അമ്മായിനെ പറഞ്ഞിടാൻ വേണ്ടിട്ടേ കണ്ണടച്ച് കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. കൂടുതലും മനുഷ്യനങ്ങ് മണ്ടിയാക്കല്ലേ സിദ്ധു? എടാ എന്താ കാര്യം ഒന്ന് പറ. നീ വന്നിട്ട് എത്ര നേരായി? എന്നിട്ട് എന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി നീ ഒന്നും ഇങ്ങോട്ട് കയറി വന്നോ? ഇല്ലല്ലോ. നീ ഫോൺ വിളിച്ചോണ്ട് പുറത്തേക്കല്ലേ പോയത്? ലച്ചു, ഞാൻ വന്നപ്പോ ഓർത്തു നീ ഇവിടെ തിരക്കിലായിരിക്കുമെന്ന്. മാത്രമല്ല എനിക്ക് 1-2 കോൾസ് വിളിക്കാനുണ്ടായിരുന്നു, അർജന്റ് ആയിരുന്നു, അതുകൊണ്ടാ. എന്നാ പിന്നെ പോയിക്കൂടെ കോൾസ് ചെയ്യാൻ? എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇപ്പോ? എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? തോളത്തുനിന്ന് മര്യാദയ്ക്ക് കൈയെടുത്തോ. എന്റെ കയ്യിലുണ്ടല്ലോ കത്തിയാണ് ഇരിക്കണത്, തരും ഞാൻ ഓർണം.
ചക്കരെ എന്തിനാ കരയുന്നേ? സവോള അരിയുന്നുണ്ടോ അല്ലേ? എനിക്ക് കോമഡി കളിക്കാൻ യാതൊരു മൂടുമില്ല. ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഇവിടെ രംഗം വഷളാവും. ലച്ചു നീ കുറെ ഓവർ ആവുന്നുണ്ട് കേട്ടോ, പറഞ്ഞില്ലാന്ന് വേണ്ട. അതെ, ഞാൻ ഓവറാണ്. ഇനി എന്റെ ഓവർനെസ് കാണാൻ പോകുന്നേ ഉള്ളൂ. അതുകൂടെ മോനോടൊന്നും മര്യാദയ്ക്ക് സ്ഥലം വിടും. എന്റെ കയ്യിൽ പോയിരിക്കാൻ ഇത് പോയി. ഓക്കെ, നല്ലവളുടെ സമയം വന്നേക്കുന്നു. ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ലച്ചുസേ എന്താ മോളെ പറ്റി?